എടയാർ തീപിടുത്തത്തിൽ മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം സംസ്കരിക്കാൻ വൈകുന്നു. 30 ലക്ഷം നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കമ്പനിയുടെ പ്രതിനിധികൾ സ്ഥലത്തെത്തി കുടുംബക്കാരുമായി ചർച്ച നടന്നു. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ട്രേഡ് യൂണിയനും കാര്യങ്ങളും പൊതുസമൂഹം അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോഴും അവിടുത്തെ ആളുകളെയും കൂടി ഉൾപ്പെടുത്തി. നമുക്കിത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു രീതിയാണെന്ന് അറിയണമല്ലോ. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇവിടെ വേറെ ചില ആളുടെ ഇടപെട്ട് ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നതാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് പറയാൻ ഇതിനകത്ത് ഇടപെടാവുന്ന രീതിയിലെല്ലാം ഇടപെട്ടു. നമ്മളിതിനകത്ത് രാഷ്ട്രീയം ആ രീതിയിൽ പറയരുത്. രാഷ്ട്രീയ രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത്. അതൊരു ഗുണകരമല്ല, അതൊരു മാന്യമായ ചർച്ചയല്ല. ഞങ്ങളെല്ലാവരും വന്നതിനകത്ത് ചർച്ച ഒരു രാഷ്ട്രീയമല്ല. നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും കമ്പനി അധികൃതരുമായി ഒരു ചർച്ച നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ 30 ലക്ഷം നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? വലിയ പ്രതിഷേധത്തിലാണ് രേണുക നാട്ടുകാരെല്ലാവരും. കാരണം ഈ നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരുടെ കുടുംബം ബീഹാർ സ്വദേശിയാണ്. ഇയാളുടെ കുടുംബം 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. അവരുടെ ഭാവിയൊക്കെ നോക്കണം. ഒപ്പം ഈ ഭാര്യയും അവരും വിധവയായിരിക്കുകയാണ്. ആ കുടുംബത്തിന് വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് അവർ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഈ മരിച്ച വ്യക്തിയെ ആശ്രയിച്ചാണ് ആ കുടുംബം പുലരുന്നത്. ഇങ്ങനെ ഒരു അപകടത്തിൽ അയാൾ മരിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം വേണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ ആ സമീപ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നതും. കമ്പനിയുമായി ഇപ്പോൾ ഒരു കുടുംബം കമ്പനിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു. പ്രത്യേകിച്ച് ഇത്രയും വലിയ കമ്പനിയാണ്, തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് അവിടെ നൽകുന്നത്. അവിടെ തന്നെ ആ കമ്പനിയുടെ ഉള്ളിൽ വെച്ച് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ബാധ്യത ആ കമ്പനിക്കുണ്ട്. ആ ബാധ്യത പോലും ഏറ്റെടുക്കാതെയാണ് ഈ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് സംസ്കരിക്കേണ്ട മൃതദേഹമാണ്. പക്ഷേ നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാത്തതോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാരെത്തുന്നതും. കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നാട്ടുകാർ ഒത്തുകൂടുകയും ഈ കമ്പനിയുമായി വലിയ തർക്കം നിലനിൽക്കുകയും ചെയ്തത്. ഇത് കളക്ടർ ഇടപെട്ട് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു